Watch India's largest kids library only on Jio Hotstar. Download the app now. പത്തുലു ഇത് കണ്ടില്ലേ മുനിസിപ്പാലിറ്റിക്കാരുടെ അലക്ഷ്യം. അവരൊരിക്കലും ജോലി ചെയ്യുന്നില്ല, ഒരു ജോലിയും ചെയ്യുന്നില്ല. മാൻ ഹോൾ തുറന്നു കിടക്കുന്നത് കണ്ടില്ലേ? ഇനി ആരെങ്കിലും അതിൽ വീണിരുന്നെങ്കിലോ? ശരിയാണ് മോട്ടോ, അവർക്ക് ഒട്ടും തന്നെ ഉത്തരവാദിത്ത ബോധമില്ല. അതേ പത്തുലു, ഇന്ന് രാവിലെ തന്നെ നമ്മൾ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. അതെ, ആരാ ഇത് അടച്ചത്? ഞങ്ങളിവിടെ താഴെ ഉണ്ട്. അല്ല ചേട്ടന്മാരെ, നിങ്ങൾ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നത്? ഇനി വല്ല മാൻ ഹോളിലും ചെന്ന് വീണോ നിങ്ങള്? ഈ മുനിസിപ്പാലിറ്റിക്കാരൊന്നും അവരുടെ ജോലി ശരിക്കും ചെയ്യുന്നില്ലെന്നേ. അതുകൊണ്ടല്ലേ നിങ്ങളെ പോലെയുള്ള ജനങ്ങളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുന്നത്. പാവം, ഒരുപാട് വിഷമിച്ചു അല്ലേ? ഇത് മതിയാവോ? ഇത് മതിയാവും. പത്തുലു കണ്ടില്ലേ, വീണ്ടും ഒരു മാൻ ഹോൾ തുറന്നു കിടക്കുന്നു. ഒരുത്തനും ഒരു ജോലിയും ചെയ്യുന്നില്ല. മോട്ടോ, നിക്ക്, നമുക്ക് ആ മാനോളും കൂടെ പോയി അടച്ചിട്ട് വരാം, അല്ലെങ്കിൽ ആരെങ്കിലും വീണ് പോകും. ഇവര് വെറുതെ വിടാൻ പാടില്ല. ഇത് മൂടിയിട്ട് പോയി അവന്മാര്. അത് മാത്രമല്ല, ഈ അഴുക്കുള്ളത് തള്ളിയിടുകയും ചെയ്തു. ചായക്കട ചേട്ടാ, ഒന്ന് വേഗത്തിൽ നല്ല ചൂടുള്ള സമൂസ ഇങ്ങ് എടുക്കുന്നേ. തരാം മോട്ടു. എന്തിനാ വെള്ളം വെക്കണേ? എവിടുന്നാ ഓടി വരണേ? എന്റെ ചായക്കട ചേട്ടാ, ഈ ഫുർഫുറി നഗരത്തിൽ യാതൊരു ജോലിയും മര്യാദയ്ക്ക് നടക്കുന്നില്ലെന്നേ. ചേട്ടാ മോട്ടു, എന്റെ ചങ്കേന്റെ ബ്രോ എന്നോട് പറ, ഞാൻ നോക്കിക്കോളാം. ചില സ്ഥലങ്ങളിലൊക്കെ മാൻഹോൾ തുറന്നിരിക്കുന്നു. പലരും അതിൽ വീണ് എഴുന്നേറ്റാ വരുന്നത്. എന്താ ചെയ്യാ? ചോദിക്കാൻ പോയ എന്നെ തള്ളാൻ വരുന്നു. അവിടുന്ന് രക്ഷപ്പെട്ടു വന്നപ്പോഴോ വേറൊരു മാൻഹോൾ തുറന്നിരിക്കുന്നു. അതും ഞാൻ എടുത്ത് അടച്ചതിന് ശേഷമാണ് നേരെ ഇങ്ങോട്ട് വന്നത്. ആരും ഒരു ജോലിയും ചെയ്യുന്നില്ലെന്നേ. ഇവരെ കണ്ടില്ലേ? ഇവരൊക്കെ അതിൽ വീണ് എഴുന്നേറ്റ് വന്നവരാണെന്നാ തോന്നുന്നത്. എന്താ ചേട്ടന്മാരെ, ഞാൻ പറയുന്നത് ശരിയല്ലേ? നിങ്ങളൊക്കെ മാൻഹോളിൽ വീണവരല്ലേ? അത് ശരി, എന്റെ കടയിലാണോ പ്രശ്നം ഉണ്ടാക്കണേ? എന്റെ കടയിൽ ഇവിടുന്ന് ഇറങ്ങിക്കോണം. ഇതൊക്കെ തല്ലിപ്പൊട്ടിക്കാൻ ഞാനിവിടെ സമ്മതിക്കില്ല. എന്റെ കടയിൽ നിന്ന് ഇറങ്ങിക്കോണം. അയ്യോ, എന്ത് പണിയായി കാണിച്ച് എന്റെ കട തല്ലിപ്പൊട്ടിച്ച് എല്ലാരും കൂടെ ചേർന്ന്. ഇവരിങ്ങനെ ഓടുന്ന കാണുമ്പോ എനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട്, എനിക്ക് സമാധാനമായിട്ടും ഉണ്ടേടാ. ഇവരിങ്ങനെ തന്നെ ഓടിക്കൊണ്ടേ ഇരിക്കട്ടെടാ, അതാണ് നല്ലത്. കണ്ടില്ലേ വല്യേട്ടാ, ഒരു മാൻ ഹോൾ കൂടെ തുറന്നു കിടക്കുന്നു. ഈ മുനിസിപ്പാലിറ്റിക്കാരൊന്നും ഒരു ജോലിയും ചെയ്യുന്നില്ല. എവിടെ നോക്കിയാലും ഈ മാൻ ഹോൾ തുറന്നു തന്നെ കിടക്കുന്നു. വാ മോട്ടോ, നമുക്ക് പോയി ചിങ്കം സാറിനോട് കംപ്ലൈന്റ് ചെയ്യാം. ഈ മുനിസിപ്പാലിറ്റിക്കാര് നമ്മളെ കുറിച്ച് എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അവരെല്ലാ സ്ഥലത്തും മാൻ ഹോൾ തുറന്നു വെച്ചിട്ട് പോവും. അത് നമ്മളാണോ എല്ലായിടത്തും പോയി അടയ്ക്കേണ്ടത്? വാ മോട്ടോ. അവരിതിനെ ക്ലോസ് ചെയ്തിട്ട് കംപ്ലൈന്റ് ചെയ്യാൻ പോയിരിക്കാണ്, അതും ചിങ്കം സാറിന്റെ അടുത്ത്. ഇതാ പിടിച്ചോളൂ, ഇത് നിങ്ങക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്നേ. ചിങ്കം സാറേ, ചിങ്കം സാർ, എന്റെ അമ്മോ, ഞാൻ ആ മുനിസിപ്പാലിറ്റി ജോലിക്കാരെ പിടിച്ച് ജയിലിനകത്ത് ഇട്ടിരിക്കും. ചിങ്കം, ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. എല്ലാവർക്കും അറിയാമല്ലോ, അത് എംപോസിബിൾ. സാറേ, 4-5 പേര് ചെളിയിൽ വീണ് എഴുന്നേറ്റിട്ട് കയ്യിൽ ആയുധങ്ങളുമായിട്ട് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ് സാറേ. ഇപ്പൊ എന്താ ചെയ്യാ സാറേ?
ചിങ്കം സാറ്, ഈ മാൻഹോളിൽ വീണവരൊക്കെ എന്തിനാ എന്റെ പുറകിൽ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളൊന്നും അതിന് യാതൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങൾ ചെയ്തത് തുറന്നിരുന്ന മാൻഹോളൊക്കെ അടച്ചേ ഉള്ളൂ. ഇനി ചിലപ്പോ അവർക്ക് തോന്നുന്നുണ്ടായിരിക്കും നമ്മളായിരിക്കും ഈ സിറ്റിയിലെ മാൻഹോൾസ് തുറക്കുന്നെന്ന്. Hey, why fear when Chingam is here? Don't worry. അവന്മാരെ ഞാൻ ഇപ്പൊ തന്നെ നോക്കിക്കോളാം. Hey, stop. Stop in the name of law. എന്റെ അമ്മോ, ഈ ഇളനീര് ബോംബില് ഞാൻ തന്നെ എപ്പോഴും കൊടുങ്ങാണ്. എന്റെ ചേട്ടന്മാര് പറയൂ, ഞങ്ങൾ എന്തിനാ നിങ്ങൾ ഇങ്ങനെ തല്ലാൻ വരുന്നത്? കാരണം നിങ്ങൾ മാൻ ഹോൾ എപ്പോഴും അടച്ചു വെക്കാറുണ്ട്, എന്നിട്ട് ഞങ്ങൾ അതിനകത്ത് ജോലി ചെയ്യുമായിരിക്കും. മധുരം നുള്ളി മോട്ടു പത്ലു, നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾ എന്റെ കയ്യിൽ കുടുങ്ങിയത്. സോറി ബോക്സർ ചേട്ടാ, ഞങ്ങൾ അറിയാതെ നിങ്ങളുടെ മേത്ത് വീണതാണ്. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറെ നാളായി ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്തിട്ട് ഇന്ന് ഞാൻ ചെയ്താലോ എന്ന് ആലോചിക്കായിരുന്നു. അപ്പോഴാ നിങ്ങൾ വന്ന് വെട്ടത്. എന്നാ നിങ്ങൾ റെഡി അല്ലേ? എന്നാ പിടിച്ചോ. എന്റെ അമ്മോ, മോട്ടുപത്രോ, നിങ്ങൾ കാരണം ഞാനിപ്പോ പറക്കാൻ തുടങ്ങി. നിങ്ങൾ എപ്പോ വന്നാലും എനിക്ക് എന്തെങ്കിലും പ്രശ്നം തന്നിട്ടേ പോവുള്ളൂ. അതെ, എന്റെ അമ്മോ. ജോണിപ്പോ തന്റെ സ്മാർട്ടായ ബുദ്ധി ഉപയോഗിച്ച് ഈ മാൻ ഹോളില് മോട്ടു പത്ലുവിനെ തള്ളിയിടാൻ പോവുകയാണ്. നോക്കിക്കോ. ഇത് കണ്ടില്ലേ, ഒരു മാൻ ഹോൾ കൂടി തുറന്നിരിക്കുന്നത്. പത്ലു, നമ്മളിത് അടയ്ക്കണോ വേണ്ടയോ ഒന്നും മനസ്സിലാവുന്നില്ല. ഈ ചെളിവെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അപ്പം മനസ്സിലാവും അതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന്. അങ്ങനെ തന്നെ വേണം ഇവന്മാർക്ക്. ഞാൻ വിചാരിച്ചതുപോലെ അവർ രണ്ടുപേരും ആ ചെയറിൽ വീണു. ഹാപ്പി. അതേടാ. അതെ പത്ലു, ഇവിടെ മുഴുവൻ നിധികളാണല്ലോ. ഇതൊക്കെ നമുക്ക് എടുക്കാമെന്ന് തോന്നുന്നു പത്ലു. ഇത് കണ്ടിട്ട് ഇതേതോ വലിയ രാജാവിന്റെ നിധിയാണെന്ന് തോന്നുന്നു. ഒരു വലിയ വണ്ടി കൊണ്ടുവന്നാലേ ഇതെല്ലാം കൊണ്ടുപോകാൻ പറ്റൂ. ചിങ്കം സാറിനെ ഞാനൊന്ന് വിളിക്കട്ടെ. ഹലോ ചിങ്കം സാറേ, വേഗം ഒരു ട്രക്കുമായിട്ട് ഇങ്ങോട്ടേക്ക് വരൂ. എന്റെ അമ്മോ, ഞാനെന്താ ട്രക്ക് ഡ്രൈവർ ആണെന്ന് കരുതിയോ? ഞാനൊരു പോലീസ് ഇൻസ്പെക്ടറാണ്. എന്നെ കൊണ്ട് ട്രക്കൊന്നും ഓടിച്ചോണ്ട് വരാൻ കഴിയില്ല. എന്റെ ചിങ്കം സാറേ, എടുത്തോണ്ട് വാ സാറേ, ഒന്ന് വേഗം വാ. മോട്ടു പത്ലുവിന്റെ സുഹൃത്തുക്കൾ അവന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. പക്ഷെ മോട്ടു പത്ലു ഇപ്പൊ മോശമായ സ്ഥിതിയിലാണ് മേലേക്ക് വരാൻ പോകുന്നത്. നമ്പർ 1, ക്യാമറ റെഡി ആയിട്ട് വെക്ക്. അവരെ നമ്മൾ ഫോട്ടോ എടുക്കണം. മോട്ടു, ഞാൻ ട്രക്ക് കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ ഡോക്ടർ ജഡ്ക അദ്ദേഹത്തിന്റെ കാർ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. പറയൂ, എന്താണ് സംഭവിച്ചത്? എന്താ ഇതെന്ന് കണ്ടില്ലേ? ഇന്ന് പിടിച്ചോ. പൊളിച്ചടത്തല്ലോ. ഇത്രയധികം സ്വർണങ്ങളും മുത്തുക്കളും വൈരങ്ങളൊന്നും എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഇന്ന് രത്നം, ഇന്ന് പവിഴം, ഇന്ന് സ്വർണം, ഇന്ന് ആഭരണങ്ങൾ, ഇന്ന് ചേട്ടാ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഈ നിധി കാരണം എന്റെ കാറ് ഫുള്ളും നിറഞ്ഞല്ലോ. എന്താ ഇത് ഇങ്ങനെ സംഭവിച്ചത്? ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. ഇവർ ചവറിൽ വീഴുമെന്ന് കരുതിയാൽ ഇങ്ങനെ നിധിയോടെയാണല്ലോ മേലേക്ക് വരുന്നത്. എടാ കോമാളികളെ, എന്നെ എന്തിനാടാ അകത്ത് തള്ളി വിടാത്തത് നിങ്ങള്? ബോസ്, നിങ്ങളെ ഞാൻ തള്ളിവിട്ട നിങ്ങൾ മാൻഹോളിന്റെ അകത്തേക്ക് വീണു പോവില്ലേ? പക്ഷെ അവന്മാര് നിധിയിലാണല്ലോ വീണിരിക്കുന്നത്. എനിക്ക് മാത്രമെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്?
ചിങ്കം സാർ നിങ്ങൾ ഒരു വലിയ ട്രക്ക് കൊണ്ടുവരണ്ടേ? അവിടെ താഴെ എത്ര സാധനങ്ങളുണ്ടെന്ന് നിങ്ങൾ കണ്ടതല്ലേ? എന്റെ അമ്മോ, ഇത് കോടിക്കണക്കിന് വിലമതിപ്പുള്ള സ്വർണങ്ങളാണ് മോട്ടു. ഇത് കൊടുത്താൽ ഗവൺമെന്റ് നിങ്ങൾക്ക് 10% സമ്മാനമായിട്ട് തിരിച്ചു തന്നിരിക്കും. അത് കിട്ടിയാൽ പിന്നെ നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ആവും. നോ, എന്നെ തല്ലിക്കോളൂ, എനിക്കാണ് തല്ല് വേണ്ടത്. പ്ലീസ്. അയ്യോ, ഇവരുടെ സ്ഥാനത്ത് ഞാൻ പോയിരുന്നെങ്കിൽ നമുക്ക് ഈ നിധി മുഴുവൻ കിട്ടിയേനെ. Watch India's largest kids library only on Geo Hotstar. Download the app now.